കഥാപാത്രങ്ങൾക്ക് ശബ്ദം സ്വന്തമാണല്ലോ കൊടുക്കുന്നത്. ഇപ്പം പൊതുവെ പറഞ്ഞ് കേൾക്കാറുണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും അഭിനയിക്കണം എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പം ബുദ്ധിമുട്ട് തോന്നിയ കഥാപാത്രങ്ങളെ? സൈക്കോ ബാലേന്ദ്രൻ ഇതുവരെ ഏറ്റവും ടഫ് തോന്നിയത്. പൊതുവെ ഞാൻ വെള്ളിമൂങ്ങ വരെ അത് ഡബ്ബിങ് എഞ്ചിനീയർ, സൗണ്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് വെച്ച് പോയ ആളാണ്. ഇതിപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജോലിയാണ് ഡബ്ബിങ്. ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. ആക്ച്വലി ഒരു ആവറേജ് ഒരു 3-4 ദിവസം ഒരു സിനിമയ്ക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജാണ്. കാര്യം ഒരുപാട് സാധ്യതകളുള്ളൊരു ഏരിയയാണ് അത്. പ്രേക്ഷകരിലോട്ട് എത്തുമ്പോൾ ഇമോഷൻസിനെ ഡ്രൈവ് ചെയ്യാനും ആ കാര്യത്തിനെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഭിനയിച്ചൊരു കാര്യം ചിലപ്പം വളരെ വേറെ രീതിയിൽ ചിലപ്പം ഡബിൽ തെറ്റിപ്പോയിട്ടൊക്കെ നമ്മൾ അയ്യോ നന്നായിട്ടുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഡബ് എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് പറഞ്ഞു പോവാണല്ലോ. ആ മൊമെന്റിൽ ചിലപ്പോൾ ചില തെറ്റുകൾ കൊള്ളാലോ അതിനി കിട്ടത്തുമില്ല. അപ്പൊ അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇന്ന് എനിക്ക് ഡബിങ് വളരെ ഇഷ്ടമുള്ള ജോലിയാണ്. അപ്പം സൈക്കോ ആയിരുന്നു അതിൽ ഏറ്റവും കൺഫ്യൂസ് ചെയ്തത്. ബിക്കോസ് അഭിനയിക്കുന്ന സമയത്ത് പ്രവീൺ ചേട്ടൻ പറഞ്ഞത് ഞാനങ്ങ് ചെയ്തു. പ്രവീൺ ചേട്ടൻ പറഞ്ഞു ഒരു പൂ ചെവി വെച്ചോ, മേക്കപ്പ് ഒക്കെ അവർ പറഞ്ഞ് ഫിക്സ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഇടയ്ക്കും ചവച്ചോ, എന്തെങ്കിലും ഒരു കുസൃതി ഒപ്പിക്കുന്നതിന് മുന്നേ ചവച്ചോ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ കിരീടത്തില് ലാൽ സാറ് ചവച്ചല്ലോ, അത് ഭയങ്കര. അപ്പൊ അത് തന്നെ പറഞ്ഞത് അതുപോലെ ചവച്ചോ, ഇങ്ങനെ കടിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഈ ഡബിന് പോയപ്പോ ഇയാൾ ജെനുവിൻ ആവണോ, ഇയാൾ കുസൃതി വേണോ എന്നുള്ളൊരു എസെൻസ് സോൾ ഉണ്ടല്ലോ. ഇപ്പൊ ഞാനൊരു കാര്യം ചേച്ചിയോട് പറഞ്ഞ് എനിക്കറിയാം അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് തെറ്റിദ്ധരിപ്പിക്കാന്നത് പ്രേക്ഷകരെ തോന്നിപ്പിക്കണോ അതോ ജെനുവിൻ ആണെന്ന് തോന്നിപ്പിക്കണോ, അതൊരു കൺഫ്യൂസിങ് ആണ്. കാര്യം അത് കുറെ സമയമെടുത്തു എനിക്കൊന്നും. ഞാൻ അവരെയും കൺഫ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു നല്ല ഗുണം എനിക്കുണ്ട്.